കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ 103 സങ്കീർത്തനം 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ദൈവത്തിന് നമ്മുടെ പ്രകൃതി അറിയാം എന്നത് തികച്ചും സത്യമാണ്. പ്രകൃതി എന്നാൽ നമ്മുടെ സൃഷ്ടി. വാസ്തവത്തിൽ ദൈവം നമ്മുടെ രക്ഷകനും രൂപകൽപ്പന ചെയ്തവനുമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ പരിമിതികൾ, നമ്മുടെ ബലഹീനതകൾ എന്നിവയെക്കുറിച്ചെല്ലാം ദൈവത്തിനറിയാം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാവുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം, ധാരാളം പണം, അപാരമായ ശക്തി, അങ്ങനെ പലതും വേണമെന്ന് മനുഷ്യന് അതിയായ ആഗ്രഹമുണ്ട്. മനുഷ്യൻ കാലാകാലങ്ങളിൽ അത്തരം ആഗ്രഹത്തിൻ്റെ സ്വാധീനത്തിൽ പാപത്തിൽ വീണുപോയതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിലുടനീളം നമുക്ക് ചുറ്റും കാണാനാകും. പാമ്പ് ഉപായത്താൽ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ചു. ഹവ്വ പാമ്പിനാൽ വശീകരിക്കപ്പെടുകയും ദൈവത്താൽ വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കുകയും ചെയ്ത് അവർ പാപത്തിൽ വീണു. പാപം സർവ്വ മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവൻ പ്രാപിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവവൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.